കുട്ടി കൂട്ടുകാരെ, പീക്കുന്റെ അമ്മയാണ് കേട്ടോ. ഇന്ന് നിങ്ങളോട് പറയാൻ അമ്മ ഒരു കഥ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നത്തെ കഥയുടെ പേരാണ് പീക്കുവും ദാഹിച്ചു വലഞ്ഞ കുഞ്ഞിക്കിളിയും. ഇന്ന് രാവിലെ പീക്കു പൂന്തോട്ടത്തിലൂടെ നടക്കുകയായിരുന്നു. നല്ല ചൂടുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന്. പീക്കു മെല്ലെ പൂക്കളുടെ ഇടയിലൂടെ നടന്നു. അപ്പോഴതാ എന്തോ ഒരു ശബ്ദം. ചിപ് 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 ചിപ്. ഒരു കുഞ്ഞിക്കിളിയുടെ ശബ്ദമാണല്ലോ ആ കേൾക്കുന്നത്. പീക്കു ചുറ്റും നോക്കി. അതാ അവിടെ ഒരു കുഞ്ഞിക്കിളി. അയ്യോ, കുഞ്ഞിക്കിളി വല്ലാത്ത സങ്കടത്തിലാണല്ലോ. കുഞ്ഞിക്കിളി വല്ലാതെ കരയുന്നു. എന്തിനായിരിക്കും കരയുന്നുണ്ടാവുക? കുഞ്ഞിക്കിളി, എന്തിനാ നീ വിഷമിക്കുന്നേ? നിനക്ക് എന്ത് പറ്റി? പീക്കു ചോദിച്ചു. കുഞ്ഞിക്കിളിക്കുണ്ടോ പറയാൻ അറിയുന്നു? കുഞ്ഞിക്കിളി ചിപ് 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 എന്ന് പറഞ്ഞു. കുഞ്ഞിക്കിളിക്ക് നടക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. പീക്കുവിന് മനസ്സിലായി കുഞ്ഞിക്കിളിക്ക് ദാഹമുണ്ട്. വല്ലാതെ ദാഹിച്ച് വലഞ്ഞാണ് കുഞ്ഞിക്കിളി ഇരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഈ കുഞ്ഞിക്കിളിയെ ഒന്ന് സഹായിക്കണം. നീ വിഷമിക്കണ്ട കേട്ടോ, ഞാനിപ്പം വരാം. പീക്കു പോയിട്ട് ഒരു കുഞ്ഞു പാത്രത്തിൽ നിറയെ വെള്ളം എടുത്തിട്ട് കുഞ്ഞിക്കിളിയുടെ അടുത്തേക്ക് വന്നു. ഇന്നാ, കുടിച്ചോ, നീ വേണ്ടോളം കുടിച്ചോ. കുഞ്ഞിക്കിളിക്ക് സന്തോഷായി. ചിപ് 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 എന്ന് പറഞ്ഞ് കുഞ്ഞിക്കിളി ഓടി പാത്രത്തിൻ്റെ അടുത്തേക്ക് വന്ന് നല്ലോണം വെള്ളം കുടിച്ചു. കുടിച്ചു കുടിച്ചു വയറ് നിറയെ കുടിച്ചു. കുഞ്ഞിക്കിളിക്ക് ഒരുപാട് സന്തോഷായി. അങ്ങനെ പീക്കു അവിടെ നോക്കി നിന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കുഞ്ഞിക്കിളി പറന്നുപോയി. കുഞ്ഞിക്കിളി പറന്നുപോയി ഇത്തിരി നേരം കഴിഞ്ഞപ്പോഴേക്കോ അതാ വരുന്നു 1 2 3 4 ഒരുപാട് കുഞ്ഞിക്കിളികൾ, കൂടെ അണ്ണാറക്കണ്ണന്മാരും. ഹാ, എന്തൊരു ഭംഗിയാ! പീക്കുവിന് ഒരുപാട് സന്തോഷായി. പീക്കുവിന് സന്തോഷം അടക്കാനായില്ല. പീക്കു നോക്കുമ്പോഴതാ കൊണ്ടുവന്ന് വെച്ച പാത്രത്തിനുള്ളിൽ വെള്ളത്തിൽ കളിക്കാനും കുടിക്കാനും ഒരുപാട് കൂട്ടുകാരെത്തിയിരിക്കുന്നു. അണ്ണാറക്കണ്ണന്മാരും കുഞ്ഞിക്കിളികളും വെള്ളത്തിൽ നല്ലപോലെ കളിച്ച് രസിച്ചു. പീക്കുവിനും ഒരുപാട് സന്തോഷായി. കൂട്ടുകാരെ, ചൂടൊക്കെ കൂടി കൂടി വരികയാണ്. നിങ്ങളും അമ്മയോട് പറഞ്ഞ് ഒരു കുഞ്ഞി പാത്രത്തിൽ ഇത്തിരി വെള്ളം പുറത്ത് വെക്കില്ലേ? നമ്മളെപ്പോലെ ഒരുപാട് ദാഹിച്ച് വലഞ്ഞ് കൊച്ചു കൂട്ടുകാർ നമ്മുടെ ചുറ്റിലുമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ. അടുത്ത കഥയിൽ കാണാം. ബൈ.